വയനാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സൺറൈസ് അതങ്ങ് നമുക്ക് കണ്ടാലോ. ഇപ്പൊ വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കുറുമ്പാലക്കോട്ടിലെ അടിപൊളി ഒരു സൺറൈസിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ഇന്നത്തെ പരിപാടി കുറുമ്പാലക്കോട്ടെ വ്യൂ കാണാൻ പോകണം. നല്ല അടിപൊളി സൺറൈസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സൺറൈസ് കാണാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ ഞങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇനി എഴുന്നേറ്റോ ഇല്ലയൊന്നും അറിയില്ല. നമ്മുടെ വയനാട്ടിലെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ. ഓക്കെ, ഇതാട്ടോ നമ്മുടെ റൂമിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സമയം ഏകദേശം ഒരു 5:15 അപ്പൊ 5:15 ഇറങ്ങിയാലേ നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ചേട്ടൻ പോവല്ലേ? നല്ല ക്ലൈമറ്റ്, തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ പോവാൻ നിൽക്കണം. കാപ്പിത്തോട്ടത്തിന് നടുക്കാട്ടോ നമ്മുടെ ഈ റിസോർട്ട് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് രാവിലെ ആ കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയുള്ള യാത്ര, ചെറിയ തണുപ്പ് നല്ലപോലെ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. പിന്നെ വയനാട്ടിലെ കൊടും തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ. വണ്ടിയിൽ ഏകദേശം കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉറക്കത്തില്ല. എന്നാലും രാത്രി ഒരു മണിയൊക്കെ ആയി നമ്മളിവിടെ എത്താൻ. അപ്പോൾ പിന്നെ രാവിലെ എല്ലാവർക്കും അങ്ങോട്ട് എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ നമുക്ക് ആ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്, രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം ഞാൻ എൻ്റെ പ്ലാനാണ്, എങ്ങാനും പാളി എന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെ. നമ്മുടെ പണിയൊന്നും പാളിയിട്ടില്ല, നമ്മൾ ഏകദേശം ഇവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാത്രമല്ല ഭ്രാന്ത് കേട്ടോ, നേരത്തെ ഭ്രാന്ത് ഉള്ള ആൾക്കാർ, നമ്മളെക്കാൾ മൂത്ത ഭ്രാന്തുള്ള ആൾക്കാർ ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടില്ല ചേട്ടാ. ഗൂഗിൾ മാപ്പ് ഒന്ന് വട്ടം തിരിച്ചെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചെയ്യണമെന്നില്ല. ഇവിടെ വന്ന് നമുക്ക് ജീപ്പിൽ പോകണം കേട്ടോ. കാരണം കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ജീപ്പിൽ തന്നെ പോകണം. നമ്മളങ്ങനെ ജീപ്പിൽ കയറിയിട്ടാ. ജീപ്പില് ഇതെല്ലാരും കൂടി കയറിയിട്ടുണ്ട്. പോവല്ലേ? നമ്മള് സൂര്യനെ കാണാൻ വന്നു, പക്ഷെ ചന്ദ്രന്റെ വ്യൂ കണ്ടോ, രക്ഷയില്ല, നല്ല രസം. നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഒരു 350 മീറ്ററോളം നമുക്ക് നടന്നു കയറണം. അവിടേക്ക് ഇതിന്റെ വണ്ടി പാസ് ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഏകദേശം റൈസ് തുടങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം അവിടെ എത്താം. ശരി, പറ, എങ്ങനെയുണ്ട് അഭിപ്രായം? പറ. അടിപൊളി ചേച്ചി, കുറച്ച് നടക്കാണ്ട്. ശരത്തേട്ടന് ഒരു ക്ഷീണമില്ല കേട്ടോ. ശരിയാ, ഇവിടെ നിറയെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് ബൈക്കിന് മതി ബൈക്കിന് വന്നാൽ മതി, അല്ലാതെ ഇവന്റെ ജീപ്പിനൊന്നും കയറാൻ നിൽക്കണ്ട. നമ്മുടെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് ജീപ്പിന് വന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. ആക്റ്റീവൊക്കെ പിടച്ച് കയറുന്നുണ്ടോ? ബുള്ളറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ, നിർബന്ധമില്ല ഈ കയറ്റം കയറാൻ. ആക്റ്റീവ് തന്നെ പുഷ്പം പോലെ കയറ്റിക്കൊണ്ടുവന്നു നമ്മുടെ ചേട്ടന്മാര്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, സൂര്യനെ കാണാൻ വന്നാണെങ്കിലും ചന്ദ്രനാണ് ഇവിടെ ഭംഗി. എന്നാ ഭംഗിയാ നോക്കുന്നത്. എന്താ വെറുതെ ആയില്ല കേട്ടോ. പിന്നെ വിഷയം നോക്ക്, ഉഷാർ സംഭവമാണ്. ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒരു വയനാട്ടിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ കുറുമ്പാലക്കോട്ടുള്ള ഈ വ്യൂ പോയിന്റും ഈ സൺറൈസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് ഡേഞ്ചറും അല്ല, ഒരുപാട് അഡ്വഞ്ചറൊന്നും അല്ല. ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്ലിപ്പറി ആയിരിക്കും ഈ വഴിയൊക്കെ. അതുകൊണ്ട് താല്പര്യമുള്ളവരെ മാത്രം ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. എന്താ വെച്ചാൽ നല്ലൊരു മൂഡ് തന്നെയാണ് രാവിലെ തന്നെ. ആ സണ്ണിന്റെ ആ ഒരു മൂഡുണ്ടല്ലോ, അത് ഉഷാറ് തന്നെ കേട്ടോ. എന്താ വെച്ചാലും ഇനി ബാക്കിയുള്ള വീഡിയോ ഞാനൊരു സൺറൈസ് കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മൊത്തമായിട്ടൊരു ടൈം ലാപ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ടൈം ലാപ്സും കൂടി കണ്ടല്ലോ. നമ്മുടെ ആനന്ദത്തിൽ കുപ്പി പറയുന്ന പോലെ സൂര്യൻ ഡെയിലി ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും അതുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ സൺറൈസ് കാണുന്നത്. ഇതുപോലെ എന്നല്ല, സത്യം പറഞ്ഞാൽ എഫേർട്ട് ഇട്ടിട്ടും അതുപോലെ കാത്തിരുന്നൊരു സൺറൈസ് പറയില്ലേ, അത് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത സൺറൈസ് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുളുക്കുമലയിലായിരിക്കും കേട്ടോ.
നമ്മൾ ഫൈനലി നല്ല അടിപൊളി സൺറൈസ് ഉണ്ട് നമ്മുടെ കുറുമ്പാലക്കോട്ട വന്നിട്ട്. കുറച്ച് ട്രക്കിംഗ് ഒക്കെ വലിയ രസം, കുഴപ്പമില്ലാത്തൊരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പകച്ചു നല്ലൊരു വ്യൂ കിട്ടുമെന്നൊക്കെ. പക്ഷെ പുറകെ കണ്ടൊരു വിഷ്വലുണ്ടല്ലോ, സംഭവം ഉഷാറാണ്. നല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വിഷ്വൽ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഓക്കെ ചേട്ടാ, ഇതില് നമ്മുടെ കുറുമ്പാലക്കോട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. കാരണം നമ്മുടെ വയനാട്ടിൽ വരുന്നവർ മസ്റ്റ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കുറുമ്പാലക്കോട്ടെ സൺറൈസ്. സംഭവം ഉഷാറാണ്. ക്ലൗഡ് ബെഡ് ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം പറയാനില്ല, അടിപൊളിയാണ്. നമ്മുടെ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുളുക്കുമല പോകുന്ന അത്ര വൈബൊന്നും കിട്ടില്ല, എങ്കിലും അതിനോടത്ത് വരുന്നൊരു നല്ല അടിപൊളി സൺറൈസ്, നല്ലൊരു കിടക്കാഴ്ച സൺറൈസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വയനാട് വരുന്നവർ കുറച്ച് നേരത്തേക്ക് ഇറങ്ങിയിട്ട് വരാൻ നോക്കുക. ഒരു 5:30 നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6:45 കറക്റ്റായിട്ട് നമ്മുടെ സൺറൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ റൂമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് വരിക, കാര്യങ്ങളൊക്കെ നോക്കുക. സംഭവം ഉഷാർ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്നൊരു ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെയാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല കേട്ടോ, ആർക്കും എപ്പോഴെങ്കിലും വരാം. ഇതിന് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വെച്ചാൽ ഏത് നേരത്തെ വേണമെങ്കിലും വരാം. അതുകൊണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതേപോലെ നമ്മൾ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. അവിടെ അടുത്തൊക്കെ കുറേ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഈ പ്ലേസ് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ഇനി വരുന്നവർക്കും ഇതൊരു നല്ലൊരു വിഷ്വൽ ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്. ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നു വെച്ചാൽ ഒരു ചായക്കടയുണ്ട്, 2 സ്പോട്ട് ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒന്ന് ചായ കുടിച്ച് ചില്ലായിരിച്ച് സംസാരിച്ച് ഒരു കുറച്ച് റിലാക്സേഷൻ. നമ്മുടെ ആനന്ദത്തിൽ പറഞ്ഞ പോലെ എത്ര ആൾക്കാർ സൺറൈസ് കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ് ഒരു സൺറൈസ് ഒക്കെ കാണുക ഇടയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. ഇതിൽ നല്ലൊരു കിടിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വയനാടിൻ്റെ ഇനി എപ്പിസോഡുകൾ 1-2 എപ്പിസോഡുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം തേങ്ങാക്കൊല. വയനാടൻ വ്ളോഗുമായി വീണ്ടും കാണാം. ഓക്കെ.